ചേച്ചി, ഇത് ടീച്ചർ തന്നതാ. ഭക്ഷണ വസ്തുക്കളെ 7ആയി തരംതിരിച്ചിരിക്കുന്നു. 1 ഇലക്കറികൾ, മത്തങ്ങ, കാരറ്റ് തുടങ്ങിയവ. 2 തക്കാളി, നാരങ്ങ തുടങ്ങിയവ. 3 പഴങ്ങൾ, പച്ചക്കറികൾ. 4 മുട്ട, മത്സ്യം. എന്തോന്നായത്? പോഷകാഹാരത്തിന്റെ ലിസ്റ്റാ. പഴവർഗ്ഗങ്ങൾ നല്ലോണം കഴിക്കണമെന്ന് ടീച്ചർ പറഞ്ഞു. ആഹാ, എന്നാ ടീച്ചറിനോട് തന്നെ വാങ്ങിച്ചു തരാൻ പറ. ഓടി അമ്മ, ഞാൻ പോകുന്നു. ഞാൻ ഇന്നലെ വളരെ മോശമായിട്ട് പെരുമാറിയല്ലേ? ഭയങ്കര വൃത്തികേടായി പോയി. കുട്ടിയുടെ അമ്മയ്ക്ക് എന്നോട് ദേഷ്യമുണ്ടോ? തീരെയില്ല. എന്റെ അമ്മയെ പോലും സ്ത്രീയല്ലേ അവര്. ഇത് കുറച്ച് മുറുക്കാനാ അമ്മയ്ക്ക് കൊടുക്കാൻ. അമ്മ മുറുക്ക് തുടങ്ങിയിട്ടില്ല. ഇല്ലേ? കുട്ടി എവിടെ പോവാ? കേസ് കൊടുത്തോ? അയ്യേ, കേസോ? ഞാനോ? നിങ്ങളുടെ പേരിലോ? കണക്കായി പോയി. പെട്ടെന്നുണ്ടായ ഒരു ദേഷ്യത്തിന് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു എന്നല്ലാതെ. അമ്മ അകത്തില്ലേ? എന്തിനാ? വെറുതെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കാൻ. വേണ്ട, ഇന്നലത്തെ നിങ്ങളുടെ സംസാരം തന്നെ അമ്മ ആയുഷ്കാലം മുഴുവനും ഓർമ്മിക്കും. കുട്ടിക്ക് എന്നോടുള്ള പിണക്കം തീർന്നില്ലല്ലേ? അതിന് നമ്മൾ തമ്മിൽ ഇണങ്ങിയിട്ടില്ലല്ലോ. ആ, അനിയത്തിയായിരിക്കും. എനിക്ക് ഓഫീസിൽ പോണം. ഓക്കെയുള്ളൂ. ഞാൻ അമ്മയായിട്ട് വല്ല തമാശയൊക്കെ പറഞ്ഞിരിക്കാം. ആളുകളെ ഉപദ്രവിക്കാൻ തന്നെയാണ് തീരുമാനം അല്ലേ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത് ഞാനാണ്, അമ്മയല്ല. എന്താ? ഉമ്മർക്ക് ഇയാള് പിന്നെ ശല്യപ്പെടുത്താൻ തന്നെ പുറപ്പാട്. എനിക്ക് പോണം. ഉമ്മർക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ധൈര്യമായിട്ട് പോ. എന്താണ് എനിക്കത്? എന്താ? അതെന്നാണ് ഞാൻ ചോദിക്കുന്നത്, എന്താന്ന്? ഹൗസ് ഓണറിന്, നിങ്ങളോടല്ല, ഒരു ഹൗസ് ഓണറിന് അയാളുടെ വാടകക്കാരോട് സംസാരിക്കാനുള്ള അവകാശമില്ലേ? നിങ്ങളോടും പോത്തിനോടും വേദം ഓതിയിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളാണ് ഗൃഹനാഥ എന്നല്ലേ പറഞ്ഞത്? വാളെടുത്ത് ഒന്നൊന്നും വെളിച്ചപ്പാടാവില്ല. ആരായാലും മര്യാദ എന്നൊരു സാധനം വേണം. നിങ്ങൾ അമ്മയ്ക്കും മക്കൾക്കും മര്യാദ ഒരു അംശം തൊട്ട് തീണ്ടിട്ടില്ല. പക്ഷേ ഇത് ബെസ്റ്റാപ്പാണ്. അറിയാം. ഓ, മറ്റുള്ളവർ കേൾക്കുന്നുണ്ടല്ലോ, വിഷമമായിരിക്കും. കേൾക്കട്ടെ. ഒരു ഹൗസ് ഓണറിന്റെ പ്രോബ്ലംസിനെ കുറിച്ച് അറിയാവുന്ന ചിലരെങ്കിലും ഈ കൂട്ടത്തിൽ കാണുമല്ലോ. ഇവിടെ പോകുന്നു പൗഡറും പൂശി പൊട്ടുമൊക്കെ തൊട്ട് വലിയ ഉദ്യോഗസ്ഥ ചമ നടക്ക. ഞാൻ നിങ്ങളെ പറഞ്ഞു വിടില്ല. സമാധാനമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ഒതുക്കാമെന്ന് കരുതി ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നപ്പം നിങ്ങൾ എന്നെ അവമാനിച്ചു. മിസ്റ്റർ, എന്താ മിസ്റ്റർ? റോഡിൽ വെച്ച് സ്ത്രീകളോട് ബഹളം വയ്ക്കുന്നത് ശരിയല്ല. ബഹളം വയ്ക്കുന്നത് ശരിയല്ലേ? ആരാന്റെ കാര്യത്തിൽ എന്താ താല്പര്യം? തെറ്റ് ശരി നിശ്ചയിക്കാൻ നിങ്ങളാരാ? വലിയ ന്യായാധിപം വന്നിരിക്കുന്നു. എന്നാ പിന്നെ താൻ ഇവരെ എന്റെ വീട്ടിൽ ഇറക്കി വിട്ടാ ഇനി സഹിക്കാൻ പറ്റില്ല. ഇന്ന് 2-1 അറിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ. എന്താ നോക്കി പേടിപ്പിക്കാണോ? അതെ, ഓഫീസിൽ പോകുന്ന പിന്നായിട്ട് എനിക്ക് തീരുമാനം അറിയണം. ആ കൊച്ചിനെ ഇറങ്ങിട്ടെ, വണ്ടിയല്ലേ ആ കൊച്ചിൽ. ഈ നാട് നന്നാവില്ല, ഒരു കാലത്ത് നന്നാവില്ല. ഇവിടെ സോഷ്യലിസം വരും. കമ്മ്യൂണിസ്റ്റ് വന്നാലും കോൺഗ്രസ് വന്നാലും സോഷ്യലിസം നമുക്ക് വിധിച്ചിട്ടില്ല. ഇവിടുത്തെ ബിൽഡിംഗ് ലീസ് ആൻഡ് റെന്റ് കൺട്രോൾ ആക്ട് ഹൗസ് ഓണർമാരെ തുറയ്ക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാ. ഒന്നും മിണ്ടാതെ വന്നത് ശരിയായില്ല. 4 ആളുകൾക്ക് 4 നല്ല തെറിയങ്ങ് കാച്ചണമായിരുന്നു. ചേച്ചേ, അയാളെ പോലെ നമ്മൾ സംസ്കാരം ഇല്ലാതെ പെരുമാറിയാലോ? എന്ത് സംസ്കാരം? ഇതിനൊക്കെ അതേ ഉള്ളു മരുന്ന്. ഞാനായിരുന്നെങ്കിൽ അവന്റെ കരണപറ്റിക്ക് കണ്ടു കൊടുത്തേന്. അയാള് തിരിച്ചു തല്ലിയാലോ? പെണ്ണുങ്ങളെ തല്ലിയാവ വിവരം അറിയും. നീ കണ്ടിട്ടില്ലേ? ഇങ്ങനെയുള്ള കേസുകളിൽ ജനപിന്തുണ സ്ത്രീകൾക്കായിരിക്കും. തൊലിവെളുപ്പുള്ള പെൺപിള്ളേർക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ ആളുകൾ ഒരു ചാൻസ് നോക്കി നടക്കുക. ചേച്ചി വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമുള്ള കേസല്ല അയാള്. എന്തിനും തയ്യാറായിട്ടുള്ള പ്രകൃത. കാശുകാരനാണല്ലോ, അതുകൊണ്ട് തിന്നു കൊഴിപ്പിച്ചെടുത്തിരിക്കുക ശരീരം ആളുകളുടെ മെക്കിട്ട് കയറാൻ. അപ്പൊ നീ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണോ? പേടിച്ചിട്ടോ? അതേതായാലും ഇല്ല. 8-9 കൊല്ലായിട്ട് താമസിക്കുന്ന വീടല്ലേ ചേച്ചിയത്. അങ്ങനെ അങ്ങ് ഇറങ്ങാൻ പറ്റൂ? ഉമ്മർക്ക് പറയുന്നത് ഒരിക്കലും ഇറങ്ങണ്ടെന്നാ. അതാ അതിന്റെ ശരി.
മോനെ നോക്കുന്ന സ്ത്രീക്ക് നല്ല സുഖമില്ല. ഉച്ച മുതൽ ഞാൻ ലീവാ. നാളെ കാണാം. പ്രോവിഡന്റ് ഫണ്ടിൽ നിന്ന് ലോൺ എടുക്കുക നിവൃത്തിയുള്ളൂ. അരിയേഴ്സ് എല്ലാ കാലത്തും അരിയേഴ്സ് ആയി നിലനിൽക്കും. അതെ, പിന്നെ ഇനി പെൻഷന്റെ കൂടെ നോക്കിയാൽ മതി. ഈ ഫയലുകളെല്ലാം കൂടി ഡെസ്പാച്ച് കൊടുത്തേക്കാം. ശരി. ഞാൻ പറഞ്ഞോട്ടെ. പിന്നെ ഈ ഫയൽ ഉണ്ടല്ലോ. നോ ദാറ്റ് വാട്ട് യു വാണ്ട്. ഞാൻ ആ കുട്ടിയുടെ ഹൗസ് ഓർഡറാ. ഞങ്ങൾക്കൊരു പ്രോബ്ലം സംസാരിക്കാനുണ്ട്. ഓഫീസ് സമയത്ത് ആരെയും കാണാൻ പറ്റില്ല. ഓഫീസ് ടൈമിൽ പറ്റും. ഞാൻ ഹൈക്കോടതി വരെ സോറി ഓഫീസ് ടൈമിൽ ആളെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. എന്താ ഒരു കാര്യം സംസാരിക്കണം. ആഹാ ദേ, നിങ്ങളെ അന്വേഷിച്ചേ രാവിലെ പോലെ ഞാൻ നടക്കാം. ഞാൻ ഒരു ജലപാനം പോലും കഴിച്ചിട്ടില്ല. എന്നെ വെയിലത്തെടുത്തിട്ട് എന്റെ ചക്കരക്കുട്ടി ഫാൻ എഴുതിയിട്ട് സൂഹിക്കുക. എന്നിട്ട് അയാളെ പറ്റി പുറത്താക്കി സാറേ. എന്താ ഞാൻ ഒരു കാര്യം സംസാരിക്കുന്നുണ്ട്. ഹൗസ് ഓണറിന്റെ പ്രോബ്ലംസിനെ പറ്റി സംസാരിക്കാൻ പഠിക്കാൻ അങ്ങനെ വെളിയിലോടാന്ന് വിചാരിക്കണ്ട. ആളെ കുട്ടി പഠിക്കുന്നത് ഇറക്കി വിടാൻ നോക്കാം. ഈ ഗോമേഷ് കണക്കിന് അങ്ങനെ ആരും ഒന്നും തോന്നിട്ടില്ല. ഞാൻ നിന്നെ എന്റെ ബാഗ് ഞാൻ ഇത് കാണിച്ചു തരാം. ഞാൻ ഇപ്പൊ പോകുന്നു. ഞാൻ വീണ്ടും പൂർവാധി ശക്തിയോടെ തിരിച്ചു വരും. പോയിക്കോ. പ്രശ്നം അയാൾ ആരാ? ദീപം ദീപം ദീപം. ഹരേ ഗുരുവായൂഷ്മ. മോനെ എവിടെ പോയതമ്മേ? അതാ ഞാനും ആലോചിക്കുന്നത്. പുസ്തകമൊക്കെ കൊണ്ടുവച്ച് കാപ്പി പോലും കുടിക്കാതെ ഓടിപ്പോകുന്ന കണ്ടു. കളിക്കാനോ മറ്റോ ആയിരിക്കും. കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കണ്ടെന്ന് അമ്മ തന്നെ അവനോട് പറയണം. മോളെ, എനിക്ക് മനസ്സിന് ഒരു സമാധാനം തോന്നുന്നില്ല. നമ്മൾ ദൈവദോഷം ചെയ്യുവാണോന്നൊരു പേടി. എന്ത് ദൈവദോഷം? ആ പണിക്കരുടെ അയാൾ എന്നെ ഇന്ന് എത്ര ഇൻസൾട്ട് ചെയ്യുമെന്ന് അമ്മയ്ക്കറിയോ? വാശിയാണെങ്കിൽ എനിക്ക് വാശി തന്നെയാ. എന്തൊക്കെ പറഞ്ഞാലും ഇത് അയാളുടെ വീട് തന്നെയല്ലേ. അമ്മയ്ക്ക് വീട്ടിൽ നിന്ന് അത്ര പെട്ടെന്ന് ഇറങ്ങി പോകാൻ പറ്റുമോ? അതാലോചിക്കുമ്പോഴാ. എല്ലാം കളഞ്ഞുപോയാ? കളഞ്ഞു പോയെങ്കിൽ ഞാൻ നോക്കി എടുത്തോളാം. സാറിന്റെ സഹായം വേണ്ട. കളഞ്ഞുപോയി. സോറി. ഇവിടെ നിൽക്കുക. ഞാനൊരു എഴുതാപാതയാ. എന്നെ മാനം കെടുത്തി തോൽപ്പിക്കാന്നുള്ള ആശ മനസ്സിൽ വെച്ചേക്കും. ഇനി എന്ത് വന്നാലും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നിങ്ങൾക്ക് തറവാട്ട് വക സ്വത്ത് കിട്ടിയ എന്റെ വീട്. എന്റെ അച്ഛൻ ആർത്തി ഓഫീസിൽ ക്ലർക്കായിരുന്ന സമയത്ത് എന്ത് കുന്തായാലും ശരി. താനല്ലേ പറഞ്ഞത് കേസ് കൊടുക്കുന്നു? എനിക്ക് കേസ് കൊടുക്കാൻ മനസ്സില്ല. എല്ലാത്തിനും ഞാൻ കണ്ടക്ടറിന്റെ വിലക്കാരനാ. ബസ്സിനകത്താണോ ഗുസ്തി? താൻ പോണോ? ഒരു ഹൗസ് ഓണറിന്റെ പ്രോഗ്രാം ഇയാളെന്നെ ഉപദ്രവിക്കുന്നു. ആഹാ, കണ്ടക്ടർ വണ്ടി എടുത്ത് ജലവിലാതി പിടിച്ച് പുറത്താക്ക്. നിന്റെ മറ്റൊരാളോ? സാർ, ഞാൻ രാജേന്ദ്ര റാസ്കൽ നടുറോട്ടിലാണോടാ തല്ലുമകളും? എടാ രാജേന്ദ്ര കേരള ജീപ്പില്. നിനക്ക് എന്നെ മനസ്സിലായില്ലടാ. എടാ നമ്മൾ SME സ്കൂളിൽ ഒന്നിച്ചാ. ഇറങ്ങി വരണം. സ്റ്റേഷനിലേക്ക് പോയിക്കോളൂ. ഞാൻ വന്നേക്കാം. വരണം.